കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ CUET. CUET UG എന്നത് ഇന്ത്യയിലെ സെൻട്രൽ, സ്റ്റേറ്റ്, ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും മറ്റ് പ്രമുഖ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും BSc, BCom, BA, BBA, BCA, ഇൻ്റഗ്രേറ്റഡ് UG പ്രോഗ്രാംസ്, ഒപ്പം സെലക്ടഡ് കോളേജുകളിൽ BTech പ്രോഗ്രാം തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി നാഷണൽ ലെവലിൽ നടത്തുന്ന എൻട്രൻസ് എക്സാം ആണ്. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പ്രത്യേക പ്രവേശന പരീക്ഷകൾക്ക് പകരമായി ഒരൊറ്റ പരീക്ഷയിലൂടെ നിരവധി യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നതാണ് CUET എക്സാമിന്റെ പ്രധാന പ്രത്യേകത. 37 പേപ്പറുകളിൽ നിന്ന് മാക്സിമം 5 പേപ്പറാണ് ഈ എക്സാമിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. +2 പഠനം പൂർത്തിയാക്കിയതോ പൂർത്തിയാക്കാനിരിക്കുന്നതോ ആയ വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യത്തിനും തിരഞ്ഞെടുക്കുന്ന കോഴ്സിനും അനുസരിച്ച് വിവിധ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പരീക്ഷ എഴുതാം. പരീക്ഷയിലെ പ്രകടനവും ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ പ്രവേശന മാനദണ്ഡങ്ങളും അടിസ്ഥാനമാക്കിയാണ് അഡ്മിഷൻ നൽകുന്നത്. അതായത് എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ വിദ്യാർത്ഥികൾ അവർക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികളും ആ യൂണിവേഴ്സിറ്റികളിലെ UG കോഴ്സിനായി നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട പേപ്പറുകളും ഏതൊക്കെയാണെന്നും മുൻകൂട്ടി സെലക്ട് ചെയ്യേണ്ടതാണ്. അക്കാര്യങ്ങൾ അറിയുന്നതിനായി നമുക്ക് CUETയുടെ വെബ്സൈറ്റ് ഒന്ന് റെഫർ ചെയ്യാം. CUET.nta.nic.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ, സിലബസ്, യൂണിവേഴ്സിറ്റീസ് എന്നിങ്ങനെ ഒരു ലിസ്റ്റ് കാണാം. അതിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്താൽ ഇതുപോലെ സെൻട്രൽ, സ്റ്റേറ്റ്, ഡീംഡ് തുടങ്ങിയ ഒരു ബ്രോഡ് കാറ്റഗറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്ലിക്ക് ചെയ്താൽ ഇന്ത്യയിലുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് കാണാം. അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി ഓപ്ഷൻസ് സെലക്ട് ചെയ്താലും ഇതുപോലെ തന്നെയുള്ള ലിസ്റ്റ് കാണാൻ സാധിക്കും. ഈ ഓരോ യൂണിവേഴ്സിറ്റിയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിലെ UG പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതിനായി അറ്റൻഡ് ചെയ്യേണ്ട പേപ്പറുകളും കോഴ്സിൽ ചേരാനുള്ള എലിജിബിലിറ്റിയും കാണാൻ സാധിക്കുന്നതാണ്. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആയിരിക്കും. സെൻട്രൽ യൂണിവേഴ്സിറ്റികളായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ജാമിയ മിലിയ, IIT ധർവാഡ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളായ ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി, മദൻ മോഹൻ മാൽവ്യ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ഡീംഡ് യൂണിവേഴ്സിറ്റിയായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എടുത്താൽ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, അമിറ്റി യൂണിവേഴ്സിറ്റി, ഒപ്പം അതർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ ICAR, ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് യൂണിവേഴ്സിറ്റി, നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി, കുണ്ടലി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ യൂണിവേഴ്സിറ്റികളാണ് CUET സ്കോർ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകിയത്. ഇനി യൂണിവേഴ്സിറ്റി എന്ന ഓപ്ഷന് തൊട്ടരികിലുള്ള സിലബസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ CUET എക്സാമിലെ 37 സബ്ജക്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കും. സബ്ജക്റ്റുകളുടെ ലെഫ്റ്റ് സൈഡിൽ അവയുടെ സബ്ജക്ട് കോഡും ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ സബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും CUET എക്സാമിലെ ആ വിഷയത്തിന്റെ സിലബസും നമുക്ക് കാണാം. സിലബസിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇൻഫോർമേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ നമുക്ക് ലഭിക്കും. അതിൽ CUET എക്സാമിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കുന്നതാണ്. എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ CUET രജിസ്ട്രേഷൻ CUET.nta.nic.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ പൂർണ്ണമായും ഓൺലൈനായാണ് നടത്തുന്നത്. ആകെ 37 വിഷയങ്ങളിൽ നിന്ന് പരീക്ഷ എഴുതാൻ അവസരമുണ്ട്. ഇതിൽ 13 ലാംഗ്വേജസ്, 23 ഡൊമൈൻ സബ്ജക്ട്സ്, ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുന്നു. മലയാളം ഉൾപ്പെടെ 13 ഇന്ത്യൻ ഭാഷകളിൽ പരീക്ഷ എഴുതാൻ സൗകര്യമുണ്ട്. ഭാഷാ വിഷയങ്ങളിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ, ലിറ്റററി ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് വൊക്കാബുലറി എന്നിവയും, ഡൊമൈൻ വിഷയങ്ങളിൽ NCERT +2 സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളുമാണ് ഉൾപ്പെടുന്നത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ജനറൽ നോളജ്, കറന്റ് അഫയേഴ്സ്, മെന്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ്, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിംഗ് എന്നിവ വിലയിരുത്തും. വിദ്യാർത്ഥികൾക്ക് മാക്സിമം 5 വിഷയങ്ങൾ വരെ തിരഞ്ഞെടുക്കാം. ഓരോ ശരിയുത്തരത്തിനും 5 മാർക്ക് ലഭിക്കുകയും ഓരോ തെറ്റായ ഉത്തരത്തിനും 1 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുകയും ചെയ്യും. പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതായത് CBT രീതിയിലായിരിക്കും. ഓരോ പേപ്പറിലും 50 നിർബന്ധിത ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ പരീക്ഷയ്ക്കും 60 മിനിറ്റ് ദൈർഘ്യവും ഉണ്ടാവും. പല ഷിഫ്റ്റുകളായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുക. CUET UGയുടെ റിസൾട്ട്
ഫൈനൽ ആൻസർ കീ അടിസ്ഥാനമാക്കിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. വിദ്യാർത്ഥികൾ CUET.NTA.NIC.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. CUET സ്കോർ പ്രവേശനത്തിനുള്ള പ്രധാന ക്രൈറ്റീരിയ ആണെങ്കിലും അതത് യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏജ് ക്രൈറ്റീരിയ, മെറിറ്റ് റാങ്ക്, മെഡിക്കൽ ഫിറ്റ്നസ്, ഒറിജിനൽ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ എന്നിവയും മറ്റ് പ്രവേശന നിബന്ധനകളും പാലിച്ച ശേഷമായിരിക്കും അഡ്മിഷൻ ലഭിക്കുക. NTA റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ കൗൺസിലിംഗ് ഷെഡ്യൂൾ, മെറിറ്റ് ലിസ്റ്റ്, അഡ്മിഷൻ പ്രോസസ് എന്നിവ CUET സ്കോറിന്റെയും അതത് യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയയുടെയും അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടായിരിക്കും അനൗൺസ് ചെയ്യുക. അപ്പോൾ 2027 CUET എക്സാമിൽ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കി നമ്മൾ ഇപ്പോൾ കണ്ട യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ ഒരുക്കുന്ന പ്രോഗ്രാമാണ് CUET UG 2027 ഓൺലൈൻ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും പുതിയ ബാച്ചുകൾ ഓഗസ്റ്റ് 17 ആരംഭിക്കാൻ പോവുകയാണ്. ഏറ്റവും മികച്ച കരിയർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ brilliantpala.org എന്ന വെബ്സൈറ്റ് വഴി പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. CUET-യുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.